വയനാട് തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്നു മുതൽ ഒരാഴ്ച പഠനം ഓൺലൈനിലൂടെ. ഈ പ്രദേശത്ത് കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പഠനം ഓൺലൈനിലേക്ക് മാറ്റിയത്. എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് കടുവ എത്തിയിരുന്നു എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, പറയൂ. SKN, ഈ തലപ്പുഴ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരിക്കുകയാണ് കടുവ. കഴിഞ്ഞ 1.5 മാസമായി കടുവയുടെ സാന്നിധ്യം പല മേഖലയിലുമുണ്ട്. ഇന്നലെ രാത്രി ഗോദാവരി ഉന്നതിക്ക് സമീപം കൂട് സ്ഥാപിച്ചിരുന്നു. ഇതിനിടയിൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്ത് കടുവയുടെ സാന്നിധ്യമുണ്ട്. കാൽപ്പാടുകളടക്കം നേരത്തെ കണ്ടെത്തിയതുമാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കടുവയെ എത്രയും വേഗം കൂട് വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കുന്ന സമരം ആ രീതിയിലേക്ക് ഇന്നലെ മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഓൺലൈൻ വഴിയാക്കാൻ പഠനം ഒരാഴ്ചക്കാലം ഓൺലൈൻ വഴിയാക്കാനുള്ള ഒരു ശ്രമം എഞ്ചിനീയറിംഗ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മുതൽ ഓൺലൈൻ ക്ലാസ്സാണ് ഉണ്ടാവുക. ഇന്നു മുതൽ ഒരാഴ്ചക്കാലത്തേക്കാണ് ഇത്തരത്തിൽ ഒരു നടപടി കോളേജിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇതിനിടയിൽ കടുവ പിടിയിലാകുമെന്നുള്ള പ്രതീക്ഷയാണ് നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ളത്. കഴിഞ്ഞ ദിവസം ഭരണസമിതി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു വെക്കുന്നതടക്കമുള്ള അത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. മാത്രമല്ല ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. എത്രയും വേഗം കൂടുവെക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. മാത്രമല്ല കൂടുതൽ ക്യാമറ ട്രാപ്പുകളും കൂടുതൽ കൂടുകളും സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. ക്യാമറ ട്രാപ്പിൽ ഒരു തവണ ഒരു കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. 29-ാം തീയതിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിൽ ഒരു ചിത്രം പതിഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആ കടുവ തന്നെയാണോ വീണ്ടും ഇറങ്ങുന്നത് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തോട്ടം മേഖലയാണ്, ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ഒപ്പം തന്നെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ തലപ്പുഴ എന്ന് പറയുന്നത്. ഇന്നലെ കാട്ടുതീയും ഉണ്ടായിട്ടുണ്ട്. ആ കമ്പമല ഭാഗത്ത് കാട്ടുതീയും പിലാക്കാവ് ഭാഗത്ത് കാട്ടുതീയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. ചിലപ്പോൾ കൂടുതൽ വന്യമൃഗങ്ങൾ താഴേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കടുവ കെണിയിൽ വീഴും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.